ധ്രുവ എങ്ങനെ ഉണ്ടായി രാഗ ബേസ് റൗണ്ട്? കുഴപ്പമില്ല. ഇത് ഏത് രാഗാ? ഹരഹരപ്രിയ. നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചി ചേച്ചി ഭയങ്കര ഇംപ്രസ്ഡ് ആയി തോന്നുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ വളരെ താഴെയുള്ള നോട്ട്സും മേളിലുള്ള നോട്ട്സും കുറച്ച് പ്രശ്നമാണ്. എന്നാലും എത്ര പ്രായമായി? 10 വയസ്സല്ലേ? അപ്പൊ എന്നാലും ആ പ്രായത്തിന് നമ്മൾ നോക്കുമ്പം ഒരുപാട് മിടുമിടുക്കിയാണ് കേട്ടോ. ഈ പാട്ടിൽ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അസാധ്യമായിട്ട് പാടി. കവിത കുറിച്ച് വെച്ചു, അത് പാടിയല്ലേ? കവിത കുറിച്ചു വച്ചു, കവിത കുറിച്ചു വച്ചു. അത് ഒന്നുകൂടി കറക്റ്റ്. കവിത കുറിച്ചു വച്ചു. ഞാൻ അവനെ സ്നേഹിച്ചു. കൊള്ളാം. എന്നാലും അത് അങ്ങനെ പാടി വന്നപ്പോ അതിന്റെ ലാൻഡിങ് നോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. ആദ്യം അനുപല്ലവിയിലെ പാടിയപ്പോ അത് പാടി, അത് കറക്റ്റ് ആയിട്ട് പാടി. അനുപല്ലവിയിലും നീലാകാശ താമരയിലയിൽ നക്ഷത്ര ലിപിയിലല്ലേ, അത് സംഗതിയൊക്കെ കൊള്ളാം. എനിക്ക് അതിന് 10 വയസ്സിൽ ഇത് ഇത്രയും മനസ്സിലാക്കി അതൊരു മെച്ചോറിറ്റിയോട് പാടി. പക്ഷെ മോൾക്ക് ഇതിനേക്കാൾ ഈ പാട്ടിനെ ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം, അങ്ങനെ തോന്നി എനിക്ക്. ബട്ട് അതിൽ എന്തോ ആ ഒരു ഇന്നസെൻസിൽ വളരെ ഒരു ട്രുത്തും ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലേ ഈ പ്രായത്തിൽ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ആദ്യം പല്ലവി പാടിയപ്പോ അനുരാഗ കവിത രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ലല്ലേ? അല്ല, വീണ്ടും ഇപ്പൊ ഒരു മിനിറ്റ് കൂടി അത് കറക്റ്റായിട്ട്. അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗത്തെ. കുറച്ചുകൂടി അത് ഒന്ന് കൃത്യമായിട്ട് പാടാ സംഗീതം. ആദ്യത്തെ അതുപോലെ തന്നെ അനുരാഗ കവിത. അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത. പാടിയ ആ സംഗതി. അത് തന്നെ. ഇപ്പൊ കിട്ടി. അപ്പൊ ഈ പവിഴ കൈ നഖ മുനയിൽ അനുപല്ലവിയില് അത് പാടിയപ്പോ എനിക്ക് കുറച്ച് സ്ട്രെയിൻ തോന്നി. അത് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാമോ ഒന്ന്? നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈ നഖ മുനയാൽ. വേണ്ട, അത് ഒന്ന് പ്രകൃതിയ കവിത പകർത്തി വച്ചു. അതെ. അപ്പോ സുശീല അമ്മേന്ന് വിളിക്കും മക്കളെ. എന്നാലും അതിന്റെ ഒരു ബ്രെത്ത് കൺട്രോൾ കിട്ടാൻ അത് ഈവൻ ഫോർ പ്രൊഫഷണൽസ് അത് ഡിഫിക്കൽട്ടാണ് കേട്ടോ മോളെ. പക്ഷെ ട്രൈ ചെയ്തു അല്ലേ, ഇങ്ങനത്തെ ഒരു പാട്ട് സെലക്ട് ചെയ്തു. അടിപൊളി സെലക്ഷൻ ആണ്. അത് ഇത്രയും സിൻസിയർ ആയിട്ട് പാടി, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ധ്രുവ നല്ല കഴിവുണ്ട് ധ്രുവ. പക്ഷെ ഈ വോയിസിന്റെ ഒന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ആണോ? സൈലന്റ് ആണോ? അങ്ങനെയല്ല, ഈ സ്ട്രെയിൻ വരാത്ത രീതിയിൽ സംസാരിക്കുന്നതും അങ്ങനെ നോക്കണം കേട്ടോ. ബിക്കോസ് അത് മാറിയാൽ തന്നെ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പാടുന്നു അല്ലേ ധ്രുവ, അത് 100% കിട്ടണം അല്ലേ? അപ്പൊ ഈ വോയിസിന് ഒന്നുകൂടി കെയർഫുൾ ആയിട്ട് നോക്കണം. ഓക്കെ, ഗുഡ് ജോബ്, കീപ് ഇറ്റ് അപ്പ്. ചേച്ചി, ഞാൻ അനുരാധ മാമിന്റെ കുറെ പാട്ടുകൾ പാടിയിട്ട് ചില വേദികളിലൊക്കെ കൈനടി നേടിയിട്ടുണ്ട്. അനുവിന്റെ പാട്ട് കുറെ വേദികളിൽ പാട്ടുണ്ട്, പക്ഷെ ചില വേദികളിൽ അവർക്ക് കൈനടി ഒട്ടുമിക്ക എല്ലാ വേദിയിലും. ഏതാ ഒരു പാട്ട് നമുക്ക് ഇപ്പൊ ചേച്ചിക്ക് മറന്നുപോയി. മക്കളെ ചെറിയ പ്രായത്തിൽ ഉടായ്പ വേണ്ട. എത്രയോ വേദികൾ മോള് പാടിയതാ. ഒന്ന് പാടും. ഫാമിലി ഡെഡിക്കേറ്റ് ചെയ്തോ? പാടും ചേച്ചി, പാടും. ചേച്ചി സപ്പോർട്ട് ചെയ്യും, പാടി തുടങ്ങിക്കോ. അങ്ങനെ ഒരുപാട് വേദികളിൽ അനു ചേച്ചിയുടെ പാട്ട് പാടി കയ്യടി നേടിയ ധ്രുവ, അനു ചേച്ചിക്ക് വേണ്ടി ഇതാ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, റെഡി? യെസ്, സപ്പോർട്ട് ചെയ്യും മോളെ, ചെയ്യും. எனக்கு பிடிச்ச கலரு அவ கண்ணு ரெண்டு என்ன மைக்கு 1000 வாட்ஸ் பவரு. கருப்பு தான் எனக்கு பிடிச்ச கலரு. சாமி கருப்பு தான், சாமி சிலைய கருப்பு தான்.
கருப்புத்தா அசத்த கருப்புத்தா கருப்புத்தா எனக்கு பிடிச்ச கலரு அவ கண்ணு ரெண்டு என்ன மயக்க 1000 வாட்ஸ் பவரு கருப்புத்தா எனக்கு பிடிச்ச கலரு സൂപ്പർ സൂപ്പർ. അയ്യടാ ധ്രുവ റിയലി നൈസ് കേട്ടോ. താങ്ക് യു മാം. ശരത് സർ. ഹായ് മോളെ. ഹായ് സർ. ഉഗ്രം പാട്ട്. കറുപ്പ് താ എനിക്ക് പിടിച്ച കളർ. ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. രജനി സാറും കറുപ്പ് താ. നമ്മ ഒരു സൂപ്പർ സ്റ്റാർ. അമ്മ நம்ம ஒரு சூப்பர் ஸ்டார் ரஜினிகாந்த் கருப்புத்தா அழகு கருப்புத்தா. മക്കളെ എന്തോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. അതുപോലെ തന്നെ മക്കളുടെ മലയാള പാട്ട് സെലക്ഷൻ ഉഗ്രൻ സെലക്ഷൻ. വണ്ടർഫുൾ. താങ്ക് യു സർ. ഒരു നമ്മൾ കേൾക്കാത്ത ഒരു ഖരഖരപ്രിയ. ആരാ ചെയ്തതെന്നൊക്കെ പറമോളെ. ഇത് മ്യൂസിക് ജി ദേവരാജ മാസ്റ്റർ, പിന്നെ ലിറിക്സ് വയലാർ രാമവർമ്മ സർ, പിന്നെ പാടിയത് സുശീലാമ്മ. അത് പറയേണ്ട കാര്യമേ ഇല്ല കുഞ്ഞെ. ഏറ്റവും കൂടുതൽ ദേവരാജ മാഷിന് ഇഷ്ടമുള്ള പാട്ടുകാരിയാണ് സുശീലാമ്മ. അപ്പൊ സുശീലാമ്മയുടെ പാട്ട് പാടിയതിൽ കുറേ സന്തോഷം മോളെ. നന്നായിട്ട് പാടി. മോളി തുടക്കത്തിൽ ആ വാക്കൊന്ന് പറയാം എന്താന്ന്. മോളെ ആ ശ്ര എന്നുള്ളത് കേൾക്കുന്നില്ല. ശ്രാവണ ശന്തിക എന്നാ കേൾക്കുന്നത്. അത് കേക്കട്ടെ. അങ്ങനെ അങ്ങനെ ആക്കണ്ട. ശ്രാവണ കേട്ടോ. മക്കള് പാടിക്കോടാ ചക്കര. കൊള്ളാം, രസമുണ്ട് കേക്കാൻ. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു. ഗുഡ് ഗുഡ്. അതൊക്കെ കൊള്ളാം മോളെ. ഭൂമി കന്യ അതൊക്കെ നല്ലതാ. പിന്നെ ഈ അനുരാഗ അതായിരുന്നു മേജറായിട്ട് മോള്. അത് മോളിപ്പോൾ അനുരാധ പാടിക്കുമ്പോഴും അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സ്വർഗാരോഹണ മക്കളൊന്ന് പാടാമോ? സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ. അത് വിട്ടുകളയരുത് അത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ. അതൊക്കെ സുശീലാമ്മ എങ്ങനെ പാടി വെച്ചേക്കുന്നത് ഒരു നിവൃത്തിയില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ആ മോളെ എന്നൊക്കെ നല്ലൊരു പാട്ട് എടുത്തുകൊണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം കുഞ്ഞെ കേട്ടോ. താങ്ക് യു സർ. ലവ് യു മുത്തേ. ലവ് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ധ്രുവ എന്തോ ഇവർ രണ്ടുപേരും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം നമ്മളെല്ലാം സിമിലർ. ഇപ്പം അനുരാഗം, നീലാകാശം, അതുപോലെ പവിഴക്കൈ നഖമുനയാൽ, അത് പിന്നെ എന്നെ ബേസ് ഇറങ്ങി വരുന്നത്, പിന്നെ മനസ്സിലാ കവിത കുറിച്ചു വെച്ചു. അത് ഇതിൽ മെയിനായിട്ട് നമ്മുടെ ബ്രെത്ത് മാനേജ്മെൻ്റ് ആണ് ഇതിൽ ഒരു ചെറിയൊരു വില്ലനായിട്ട് പല പല സ്ഥലങ്ങളിൽ അനുഭവപ്പെട്ടത്. പിന്നെ ഭൂമി കന്യക എല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മാമിനോട് പറഞ്ഞു, ഇവള് ഇങ്ങനല്ല പാടുക സാധാരണ, എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, നല്ലോണം പാടുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. എന്താ മോളെ പറ്റിയത്? തൊണ്ടക്ക് ക്രാക്ക് ഉണ്ടല്ലേ? ശരി, അപ്പൊ അത് മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് അത് മാറ്റുക കേട്ടോ. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബാക്കി പക്ഷെ എനിക്ക് എന്താണെന്നറിയാം, ധ്രുവ പാടുമ്പോൾ ഇവർ യൂസ് ചെയ്ത വാക്ക് തന്നെ മാം പറഞ്ഞ ആ ഒരു ഇന്നസെൻസ് ഭയങ്കരമായിട്ട്. എല്ലാ പാട്ടും നമ്മള് യൂസ് ചെയ്യുന്ന. അതെ അതെ അതെ, ആ ഇന്നസെൻസ് ഭയങ്കര, അങ്ങനെ മയക്കിയിട്ടേക്കും. അതെ, ഭയങ്കര പ്യുവർ സോളാണ്. വെരി ട്രൂ. അത് ആ ഒരു ഇമോഷൻ നമ്മളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ബാക്കി ടെക്നിക്കൽ വശങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ഷാനിക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ചേച്ചി. ഓക്കെ, ശരത് സർ. മകളെ എന്താ 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ധ്രുവ എന്താ ഒരു 7.8. താങ്ക് യു സർ. You're such a wonderful chap. Okay, so total 15.8.